വയനാട് നടവയലിലുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ഇൻഡസ്ട്രിയാണിത്. ഇത് ചക്കയും ചക്കക്കുരുവും വെച്ചിട്ടുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ ഇവർ ഈ ജാക്ക് ഫ്രൂട്ടൊക്കെ ഇവർ പ്രോസസ്സ് ചെയ്തിട്ട് വിവിധ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇത് ജെയ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഈ ഫുഡ് പ്രോസസ്സൊക്കെ ഈ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ വെറുതെ കളയുന്ന അല്ലെങ്കിൽ ഒരു ചക്കക്കാലോ മാങ്ങക്കാലോ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ മടുക്കും. അപ്പം ആ ചക്കയും അല്ലെങ്കിൽ ആ ചക്കക്കുരുവും ഒക്കെ വെച്ച് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആ ചേച്ചിയുടെ ഒരു എന്താ പറയുക, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോയി കേട്ടോ. അവർ ഓരോ പ്രോസസ്സിങ് യൂണിറ്റിനെ കുറിച്ചും ഓരോ സെക്ഷനെ കുറിച്ചും അതുപോലെ അവരിവിടെ എത്തുന്നതിന് അവരെന്തൊക്കെ അവരുടെ ജീവിത കഥ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് കേൾക്കാൻ തന്നെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ, ഇൻസ്പിറേഷനായിരുന്നു. കാരണം സാധാരണ ഒരു വീട്ടമ്മയായി മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അവിടെ ഇരുന്നൊരു ചേച്ചിയാണ്. അപ്പം ആ ചേച്ചി ആകസ്മികമായിട്ട് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കടന്നു വന്നു. അപ്പം എന്തൊക്കെ വെല്ലുവിളികളാണ് ആ ചേച്ചിക്ക് ഉണ്ടായത്. ആ ചേച്ചി വളരെ ആ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും ആ ചേച്ചി അതൊക്കെ നീറ്റായിട്ട് നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ പറഞ്ഞു തരും. അപ്പം ഈ ഒരു മെഷീൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ എന്താണ്, അതിലെന്ത് പ്രൊഡക്റ്റാണ് അവരുണ്ടാക്കുന്നത്, അതിന് എത്ര ചിലവാണ് വന്നത്, അത് അവർ എവിടെ നിന്നാണ് അവരത് കൊണ്ടുവന്നത്, അങ്ങനെ എന്താ പറയുക ഒരു സംരംഭം തുടങ്ങേണ്ട വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെ നമുക്ക് എന്ത് സംശയവും ചോദിക്കാം, അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നല്ല ക്ഷമാപൂർവ്വം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ട് അതൊക്കെ വിശദീകരണം തരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു പ്രചോദനമാണ്